ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായി ഇങ്ങനെ ഒരു ഇൻട്രോയിലും പറഞ്ഞിട്ട്. അതുകൊണ്ട് എന്തോ ഒരു ഇതുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അവിടെ മഴയൊക്കെ ഉണ്ടോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ മഴയൊക്കെ കുറച്ച് കുറവാണ്. ഞങ്ങൾ കുറേ ആയല്ലേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ കുറെ അന്വേഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിനി. FB-യിലായാലും ഇൻസ്റ്റയിലായാലും നേരിട്ടായാലും കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താന്ന് വീഡിയോസ് ഒന്നും ചെയ്യാത്ത, ചാനലിൽ മതിയാക്കിയോ, വീഡിയോസ് ഒക്കെ നിർത്തലാക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോസ് മതിയാക്കിയിട്ട് ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല. ഇപ്പം വിചാരിച്ച പോലെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പ്രഗ്നന്റ് ആണ്. 8 month കഴിഞ്ഞു. അഞ്ജുനാണെങ്കിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്ക് ഡെയിലി പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തെ. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോസ് എല്ലാം ചെയ്യാണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എല്ലാവരും വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പം നല്ല സന്തോഷമുണ്ട്. അതിനുള്ള ഒരുപാട് താങ്ക് യു എല്ലാവരോടും. പരമാവധി വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പ്രഗ്നന്റ് ആയ പിന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും അഞ്ജുവിന് ജോലിയും കിട്ടി. ഓളും ബിസിയായി. ഞാനാണെങ്കിൽ ടയേർഡായി ഒരു സൈഡായി പോയി. അതെല്ലാം കൊണ്ടാണ് ഒന്നാമത് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ തന്നെ. ഇനിയിപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഹോസ്പിറ്റലിലേക്കുള്ള ബാഗിലൊന്ന് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ തോന്നി ഒരു വീഡിയോ എടുത്തേക്കാന്ന്. അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ലേ, നിങ്ങളുടെ ഒക്കെ മുന്നിൽ പറഞ്ഞ ബാഗ് പാക്ക് ചെയ്യാന്ന് കരുതി. ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് എന്നൊക്കെ പറയുമ്പം വലിയ ഗംഭീരമായ പാക്കിംഗ് ഒന്നുമില്ല. യൂട്യൂബിലും കുറെ വ്ളോഗേഴ്സ് ഒക്കെ ചെയ്ത ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുറച്ച് അത്യാവശ്യം വേണ്ടുന്ന തുണികളൊക്കെ എടുത്ത് വെക്കുന്നത് അത്രേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ എന്നെല്ലാം പറയാനുള്ള ഒരു ചമ്മലൊക്കെ ഉണ്ട്. പിന്നെ വെറുതെ ഇരിക്കുന്നല്ലേ എന്ന് വെച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടാ. ഞാൻ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ അവിടെ പോയിട്ട് വാങ്ങാം എന്നുള്ള രീതിക്കാണ് പാക്ക് ചെയ്യുന്നത്. അപ്പൊ എന്നാ ഐശ്വര്യമായിട്ട് ബാഗ് പാക്കിങ് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് ഞാൻ റെഡിയാക്കുന്നത് ഇതുപോലൊരു ചെറിയ ബാഗിലാണ്. ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. നേരത്തെ അഡ്മിറ്റ് ആവാൻ പറയായിരിക്കും. പക്ഷെ ഇതിപ്പോ എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസിയാണ്. ആദ്യത്തെ പ്രഗ്നൻസിയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, നമ്മളിപ്പം കാണിക്കാൻ പോയ ദിവസം പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. അപ്പം അന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വരിക ചെയ്തേ. അന്നേരം വെച്ചാൽ നമ്മളിങ്ങനെ അപ്പത്തേക്ക് അന്നത്തെ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വേണ്ടുന്ന തുണികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് പോണ്ടി വന്നാലോ എന്ന് വെച്ചിട്ടാണ് ലേബർ റൂമിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രം വെക്കാനാണ് ഈ ഒരു ചെറിയ ബാഗ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലിപ്പം ഞാൻ വെക്കുന്നത് വെറും വെള്ള തുണികൾ മാത്രമാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നമ്മളവിടെ നമ്മളെ ഡ്രസ്സല്ല ഇടുക. നോർമൽ ഡെലിവറി ആണെങ്കിൽ 5 ദിവസം എന്തായാലും നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പം ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വെള്ള ഡ്രസ്സ് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ബാഗിൽ ഫുൾ വെള്ള ക്ലോത്ത് മാത്രമാണ് വെക്കുന്നത്. അപ്പം എന്തായാലും എൻ്റെ കൂടെയുള്ള അമ്മക്കൊക്കെ എടുത്തു കൊടുക്കാൻ പിന്നെ എളുപ്പമായിരിക്കുമല്ലോ. പറഞ്ഞാൽ മതില്ലോ വെള്ള തുണിയിൽ ഈ ബാഗിലുണ്ട് പറഞ്ഞാല് പിന്നെ ബാക്കിയെല്ലാം പിന്നെയല്ല ആവശ്യം വരില്ല. ഇതല്ലേ പെട്ടെന്ന് അത്യാവശ്യം വരുന്നത്. അപ്പം ഈ ബാഗിൽ വെക്കുന്നത് ഒരു 3 വെള്ള മുണ്ട് വെക്കുന്നുണ്ട് ആദ്യം തന്നെ. പിന്നെ ഇത് ബ്ലൗസാണ്, വെള്ള ബ്ലൗസാണ്. ഇതുപോലത്തെ ബ്ലൗസ് അപ്പോൾ ഇതും അവിടെ അത്യാവശ്യം വരും. ഹോസ്പിറ്റലിൽ എന്ന് പറയല് 2 വെള്ള ബ്ലൗസും 2 വെള്ള മുണ്ടും തോർത്തൊക്കെയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ 3 വെള്ള മുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 വെള്ള ബ്ലൗസ് എടുക്കുന്നുണ്ട്. പിന്നെ 2 വെള്ള തോർത്ത്. ഇതൊക്കെ എന്തായാലും ലേബർ റൂം കയറുമ്പോൾ തന്നെ സിസ്റ്റർമാർ ചോദിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വെള്ള തുണികൾ തന്നെ കോട്ടന്റെ കുറച്ച് വെള്ള തുണികൾ പീസ് ആക്കി വെച്ചതാണ്. ഇതും പിന്നെ ഒരു ലുങ്കി വെക്കുന്നുണ്ട്. അഥവാ ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് ഒരു ലുങ്കിയും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വെക്കുന്നത്
ഒരു ബെഡ്ഷീറ്റാണ്, നമുക്ക് അവിടുന്ന് ആവശ്യം വരും. അതുകൊണ്ട് ഒരു ബെഡ്ഷീറ്റും കൂടി ഈ ബാഗിൽ വെക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഞാനിപ്പോൾ ഈ ബാഗിൽ വെക്കുന്നുള്ളൂ. വേറെ ഒന്നും വെക്കുന്നില്ല ഇപ്പം. എൻ്റെ മനസ്സിൽ വേറൊന്നും വെക്കേണ്ട ഒരു ഐഡിയ ഇല്ല ഇപ്പം. പിന്നെ ഇനിയുള്ളത് വേറൊരു ബാഗും കൂടി പാക്ക് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പം ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കോട്ടന്റെ കുറച്ച് സാരികളുണ്ട്. 2 സാരി കട്ട് ചെയ്യാണ്ട് എടുത്തു വെക്കുന്നുണ്ട്. അത് ആവശ്യം നോക്കിയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിൽ ആവശ്യം നോക്കിയിട്ട് അതിന്റെ വലിപ്പത്തിനും കാര്യത്തിനും അനുസരിച്ച് കട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. പിന്നെ ബാക്കിയുള്ളത് കുറെ തുണികള് ഇതുപോലെ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അതടുത്ത് ഓരോ ആവശ്യത്തിന് എടുക്കാന്നുള്ള രീതിക്ക് ഇങ്ങനെ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ തുണിയും നല്ല വൃത്തിക്ക് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതാണ്. നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല കഴുകി വെയിലത്ത് തന്നെ പരമാവധി ഇട്ട് ഉണക്കി വെക്കാൻ ശ്രദ്ധിക്കണം. ഇതിലിപ്പം നമ്മൾ നേരത്തെ, ഇപ്പം മഴ തുടങ്ങി, ഇത് ആ വെയിലുണ്ടായ സമയത്തെ നമ്മൾ കഴുകി ഉണക്കി നല്ല വെയിലത്ത് തന്നെ ഇട്ട് ഉണക്കി വെച്ചതാണ്. അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു തുണികൾ പീസാക്കിയിട്ടും എടുക്കുന്നുണ്ട്. കോട്ടന്റെ ആണെങ്കിലും കോട്ടന്റെ എടുക്കുന്നില്ലോ. പിന്നെ മഴയൊക്കെ അല്ലേ, അപ്പം എന്തായാലും ചെറിയ തുണികൾ എത്ര എടുത്താലും മതിയാവൂല. ഇതിപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വെച്ചാല് കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം ഞാനിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലായുള്ളത്. ഇവിടുന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് പോകുമ്പം എടുക്കുന്ന കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അമ്മയും അവിടെ കുറച്ചും കൂടി ഇതുപോലെ കോട്ടന്റെ തുണികൾ കഴുകി ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഒരു അത്യാവശ്യം പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ആവശ്യമായ കുറച്ച് സാധനങ്ങളെ ഈ ബാഗിൽ ഞാൻ എടുത്തു വെക്കുന്നില്ല. പിന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ടർക്കിയാണ്. ഇവിടെ ക്യാപ്പൊക്കെ വരുന്ന ടൈപ്പ്. അത് 2 ടർക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞാവേനെ ലേബർ റൂമിൽ നിന്ന് റിസീവ് ചെയ്യാനും പിന്നെ കുഞ്ഞാവക്ക് എപ്പോഴും നല്ല ചൂടായിട്ട് വെക്കണമല്ലോ. അപ്പോൾ കുഞ്ഞാവക്കില്ലേ 2 ടർക്കിയാണ്. ഇത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ബാഗും ഒക്കെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കവറിലൊന്നും ആക്കുന്നില്ല. പിന്നെ എടുക്കുന്നത് ഒരു 3 നൈറ്റീസ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ വെള്ളം ഉണ്ടല്ലാണ്ട് ഇടാൻ വിടുവാണെങ്കിൽ എടുക്കാലോ എന്ന് വെച്ചിട്ട് ഇതാക്കിയതാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനത്തെ പ്രശ്നമില്ല തോന്നുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെള്ള ഡ്രസ്സ് തന്നെ വേണം എന്നാണ്. പറ്റുകയാണെങ്കിൽ ഇടാന്ന് വെച്ചിട്ട് ഒരു 3 നൈറ്റീസും കൂടി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇടാൻ വിട്ടിട്ടില്ല. വെറും വെള്ള മുണ്ടും വെള്ള ബ്ലൗസും ഇട്ടിട്ടായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം പറ്റിയാൽ ഇടാന്നുള്ള ഒരു പ്രതീക്ഷയിൽ എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ ബാഗിൽ വെക്കുന്നതെന്ന് വെച്ചാല് കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പിന്നെ കുറച്ച് പേപ്പർ ഒക്കെയാണ് ഈ ബാഗിൽ അത്ര എടുത്ത് വെക്കുന്നുള്ളൂ. പിന്നെ ഇനി ഇതിന്റെ കൂടെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ബക്കറ്റ്, വെളിച്ചെണ്ണ, സോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ പോയിട്ട് വാങ്ങാന്ന് വിചാരിക്കുന്നത്. ഇവിടുന്ന് എന്തിനാ വെറുതെ കൊണ്ടുപോകുന്നതെന്ന് വെച്ചിട്ടാണ്. എന്തായാലും അവിടെ തൊട്ടപ്പുറത്ത് കടയുണ്ട്. ആ കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാ ചെയ്തത്. അപ്പം ഇപ്രാവശ്യം അങ്ങനെ തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് പേസ്റ്റ്, ബ്രഷ് അതൊക്കെ വീട്ടിൽ നിന്ന് അമ്മ എടുത്തുകൊണ്ടുവന്നോളും. ഇത്രക്കേ ഉള്ളൂ എൻ്റെ പാക്കിങ്. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മളെ ഹോസ്പിറ്റലിലെ ഡോക്യുമെന്റ്സ് ഇട്ട് വെക്കുന്ന ഒരു ഫയൽ ഉണ്ടാവില്ല. അത് ഫയല് അതിൻ്റെ കൂടെ പിന്നെ ഞാൻ എടുത്തു വെച്ചത് ID കാർഡിൻ്റെയും SLC ബുക്കിൻ്റെയും ഒക്കെ കോപ്പീസും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കുഞ്ഞാവൻ്റെ ബർത്ത് രജിസ്റ്റർ ചെയ്യുമ്പം നമുക്ക് എഴുതി കൊടുക്കാനെല്ലാം ആധാർ നമ്പറും ഒക്കെ ആവശ്യം വരും. അപ്പം അതിനുള്ള ഡോക്യുമെന്റ്സും കൂടി ഈ ഫയലിൽ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പേഴ്സ്, ഇത് രണ്ടും കൂടി ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ബാക്ക് പാക്കിലാണ് വെക്കുക. അതുകൊണ്ടാണ് അത് ഇതിൻ്റെ അകത്ത് വെക്കുന്ന കാണിക്കാൻ. ഇതിലിപ്പം ജസ്റ്റ് തുണികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ.
അപ്പൊ ഇത്രയാണ് എന്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ വരുന്നത്. ബാക്കിയൊക്കെ അമ്മ കൊണ്ടുവരുന്നോണ്ടാണ് കേട്ടോ ഒന്നും കാണിക്കഴിഞ്ഞ്. പിന്നെ കുഞ്ഞാവൊക്കെ ഉള്ളതൊന്നും നേരത്തെ വാങ്ങി വെച്ചിട്ടില്ല. അത് ഇവിടുന്ന് അമ്മമാരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. കുഞ്ഞാവക്കില്ലത് നേരത്തെ വാങ്ങി വെക്കാൻ പാടില്ല. എനിക്ക് വാങ്ങി വെക്കണം, കഴുകി ഉണക്കി വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് കുഞ്ഞാവക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇതാക്കി വെച്ചിട്ട്, കുഞ്ഞാവക്ക് വേണ്ടുന്നത് കോട്ടന്റെ തുണികളും ടർക്കി മാത്രമേ ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടില്ലു. വെറ്റ് വൈപ്സും ബേബി സോപ്പ്, പൗഡർ, ഡയപ്പർ ഒക്കെ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ വാങ്ങാന്നാണ് വിചാരിക്കുന്നത്. അതിനൊക്കെ എന്തായാലും സമയം ഉണ്ടാവില്ല, തിരക്ക് പിടിച്ച് ഇതാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെന്താ, വേറൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലാന്ന് തോന്നുന്നു. 5 ദിവസം ഇപ്പൊ ഹോസ്പിറ്റലിൽ നിൽക്കണല്ലോ. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഡ്രസ്സും ബെഡ്ഷീറ്റ്, ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ, ചായ കുടിക്കാൻ ഗ്ലാസ്, വെള്ളം, കുപ്പി, ഫ്ലാസ്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അമ്മ എടുത്തിട്ട് വരിക. ഇതിപ്പം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ആശുപത്രിയിൽ പോണ്ടി വന്നാൽ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തു വെക്കുന്നില്ലൂ. എല്ലാവരും ഇങ്ങനെ തന്നെയൊന്നും ആയിരിക്കൂല. ചിലവര് ഫുൾ സെറ്റപ്പ് ആയിട്ടാ പോവുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം. എല്ലാവരും പ്രാർത്ഥനയും വേണം. താങ്ക് യു.